കപ്പടിക്കും, വേറൊന്നുമില്ല. പിന്നെ കപ്പടിച്ചിരിക്കണം. ഇന്റർനാഷണൽ പ്ലേയേഴ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ ഉള്ളിലുള്ള, അതൊന്ന് ഞാൻ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഈ വർഷം നമുക്ക് പുതിയ ഒരു 4-5 സച്ചിൻ ബേബി ഈ ടീമിൽ ഉണ്ടാക്കണം, പുതിയ ഒരു 4-5 വിഷ്ണു വിനോദിനെ ഈ ടീമിൽ നിന്ന് ഉണ്ടാക്കണം. അതാണ് പ്ലാൻ ചെയ്തത്. ടീമിന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള കുറച്ച് നല്ല പേരുകളുണ്ട്. കഴിഞ്ഞ വർഷം റണ്ണറപ്പായി പോയി, അതിന് മുമ്പ് വിന്നേഴ്സ് ആയിരുന്നു. ഈ സീസണിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ തുടങ്ങാൻ ഈ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എനിക്കൊപ്പം ഉള്ളത് ഏരിയസ് കൊല്ലം സെയിലേഴ്സിന്റെ കോച്ചായ കെ ജിയാസ് ആണ് എനിക്കൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ടീമിന്റെ ഒരുക്കങ്ങളെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ കോച്ചിനോട് തന്നെ നേരിട്ടൊന്ന് ചോദിക്കാം. ഹൈ കോച്ച്. ഹായ്. എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകുന്നു. ഇന്ന് നമ്മളുടെ 7ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം തൊട്ട് ഇന്നത്തെ വരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. മഴയുടെ ചെറിയൊരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രീതിയിലും നമ്മളും നമ്മുടെ പിള്ളേരും മാനേജ്മെന്റും സ്റ്റാഫ്സും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോകുന്നു. കഴിഞ്ഞ വർഷം റണ്ണറപ്പായി പോയി, അതിന് മുമ്പ് വിന്നേഴ്സ് ആയിരുന്നു. ഈ സീസണിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് ടീമിൽ നിന്ന്? നമ്മൾ ഫസ്റ്റ് വർഷത്തെ ആ കപ്പ് ഉയർത്തി അതേ സംഭവം തന്നെയാണ് ഈ വർഷവും പ്ലാൻ ചെയ്തത്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ആ ഒരു ദിവസം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് തുടങ്ങുന്നത്. എല്ലാവരും നല്ല കോൺഫിഡൻസ് ആണ്, നല്ല ഒരു ടീമായിട്ട് ചെയ്തു തുടങ്ങി കഴിഞ്ഞു. അത് തന്നെയാണ്, വേറൊന്നും മൈൻഡിലില്ല. ഇപ്പോൾ പ്രാക്ടീസ് മാച്ചസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അപ്പം ഏതെങ്കിലും പ്ലേയേഴ്സിനെയൊക്കെ ഇപ്പം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ 3ാമത്തെ ദിവസം നമ്മളൊരു പ്രാക്ടീസ് മാച്ച് കളിച്ചു. ഇനി എന്തായാലും 2-3 മാച്ചസ് വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ പ്രാക്ടീസ് മാച്ചസിലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സിനെ കാണാൻ പറ്റി. അവരുടെ ഡെഡിക്കേഷനും അവരുടെ പെർഫോമൻസും ഒക്കെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ആകെ ഒരു ഷഫിൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഓപ്ഷൻ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ടൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുന്ന അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? പുതുതായിട്ടൊരു ടീമിനെ ബിൽഡ് ചെയ്ത് എടുക്കുന്നതാണല്ലോ ഒരു ചലഞ്ച്. ആ ഒരു ടീമിൽ നിന്ന് ഒരു കപ്പടിക്കുക, അല്ലെങ്കിൽ ആ ഒരു ടീമിൽ നിന്ന് മുകളിലോട്ട് പ്ലേയേഴ്സ് പോവുക, അതാണ് തീർച്ചയായിട്ടും നല്ലൊരു ചലഞ്ചും നല്ലൊരു എന്താ പറയാ, ഒരു ടീം മാനേജ്മെന്റും സന്തോഷിക്കപ്പെടുക സമയം അതാണ്. കോച്ച് എന്ന രീതിയിൽ താങ്കൾ പ്രിപ്പയർഡ് ആണ്? തീർച്ചയായിട്ടും. പുതിയ ഓപ്ഷനിലേക്ക് പുതിയ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ആ പ്ലാൻ അനുസരിച്ചുള്ള എല്ലാ പ്ലേയേഴ്സിനെയും കൊല്ലത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് നല്ലൊരു ടോപ്പ് ഓർഡേഴ്സ് ഉണ്ട്, ടോപ്പ് ഓർഡർ നല്ലൊരു കോർ ഉണ്ട്. മിഡിൽ ഓർഡർ ആയാലും T20ക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഹിറ്റേഴ്സ് ആണെങ്കിലും അത് വന്നിട്ടുണ്ട്. ബോളിംഗ് സൈഡ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഫാസ്റ്റ് ബോളേഴ്സും സ്പിന്നേഴ്സും എല്ലാം എല്ലാ രീതിയിലും നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഇപ്പൊ പറയാതിരിക്കാൻ കഴിയില്ല, സച്ചിൻ ബേബി എന്ന് പറയുന്നത് നല്ലൊരു കളിക്കാരനുണ്ടായിരുന്നു ഇപ്പോൾ ടീമിൽ. ഇപ്പോഴില്ല. ഓപ്ഷനിൽ മാക്സിമം കൊല്ലം സെയിലേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ നമുക്ക് നടന്നില്ല. സച്ചിന്റെ ഒരു അഭാവം ടീമിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സച്ചിൻ ചേട്ടൻ എന്താ പറയാ, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സച്ചിൻ ചേട്ടനായാലും വിഷ്ണു വിനോദൊക്കെ ആയാലും കഴിഞ്ഞ വർഷം കളിച്ചു. ഇനി ഈ വർഷം നമുക്ക് പുതിയ ഒരു 4-5 സച്ചിൻ ബേബി ഈ ടീമിൽ ഉണ്ടാക്കണം, പുതിയ ഒരു 4-5 വിഷ്ണു വിനോദിനെ ഈ ടീമിൽ നിന്ന് ഉണ്ടാക്കണം. അതാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ്. സച്ചിൻ ബേബിയുടെ അഭാവം നമുക്ക് മാറ്റാൻ പറ്റും? പറയാൻ പറ്റില്ല. സച്ചിൻ ബേബി എന്തായാലും സച്ചിൻ ബേബിയാണ്. നമുക്ക് എന്തായാലും സച്ചിൻ ബേബിയെ പോലെ തന്നെയുള്ള ആൾക്കാർ ഈ ടീമിൽ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം. പറയാൻ കഴിയുന്ന സച്ചിൻ ബേബിയുടെ അത്രയും സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന കാലിബറുള്ള നമ്മുടെ ഈ വർഷത്തെ ക്യാപ്റ്റന്റെ പേര് തന്നെ എടുത്തു പറയാം, വത്സലാണ് ക്യാപ്റ്റൻ. വത്സൽ തീർച്ചയായിട്ടും ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട് ഈ വർഷം. അതുപോലെ തന്നെ സച്ചിൻ PS നല്ലൊരു പുതിയ ഒരു യങ് ടാലന്റ് ആണ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സച്ചിൻ PS ആണെങ്കിൽ അതുപോലെ തന്നെ അഭിഷേക് ഉണ്ട്. പുതുതായിട്ട് ഈ വർഷം എടുത്ത ആനന്ദ് കൃഷ്ണ ആണെങ്കിലും അജിനാസ് ആണെങ്കിലും എല്ലാവരും ആ ഒരു റോളിലോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേയേഴ്സ് ആണ്. ടീമിന്റെ ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ് ഇപ്പോഴത്തെ ടീമിന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള കുറച്ച് നല്ല പേരുകളുണ്ട്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഏത് നിമിഷം വേണമെങ്കിലും കളി മാറ്റാൻ പറ്റുന്ന കുറച്ച് കളിക്കാരുണ്ട്, ആളുകളുണ്ട്. അത് തന്നെയാണ് ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഏതെങ്കിലും ഒരു വീക്ക് ഏതെങ്കിലും സൈഡ് കുറവാണെന്ന് തോന്നുന്നുണ്ടോ ബോളിംഗ് സ്ട്രെങ്ത്? ഒന്നുമില്ല, അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എല്ലാവരും പുലികളാ. സോ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ എക്സ്പീരിയൻസ് താങ്കൾക്കുണ്ട്, എല്ലാ സീനിയർ താരങ്ങളോട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം താരതമ്യേനല്ല, ഇതേപോലെ ഒരു ലീഗിലേക്ക് വരുമ്പോൾ ഇവരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ അതോ? ഇല്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എന്താന്ന് വെച്ചാല്, ഞാൻ അവരെ ക്രിക്കറ്റ് ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. കാരണം ആകെ ഒരു മാസമേ ഉള്ളൂ. അതോടൊപ്പം എനിക്കുള്ള എക്സ്പീരിയൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് എനിക്ക് ഇന്റർനാഷണൽ പ്ലേയേഴ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ ഉള്ളിലുള്ള, അതൊന്ന് ഞാൻ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. കാരണം അത്രക്കും ഓപ്പൺ ആയിട്ട് നമ്മുടെ മാനേജ്മെന്റും നമുക്ക് ഡീൽ ചെയ്യുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ എപ്പം വേണമെങ്കിലും സംസാരിക്കാം, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയാം. അത് തന്നെ വലിയൊരു മാനേജ്മെന്റ് സൈഡിൽ നിന്ന് വലിയൊരു ഇതാണ്.
എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം എന്നുള്ള ഒരു ഫ്രീഡം. അപ്പോൾ ലാസ്റ്റ് 2 സീസണിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും കൊല്ലം സൈലേഴ്സിൻ്റെത്. അതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഈ സീസണിൽ പരിഹരിക്കണം എന്ന് കോച്ച് എന്ന രീതിയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? ഒന്നും തോന്നിയിട്ടില്ല. ഇല്ല, നമ്മൾ മുകളിലോട്ട് തന്നെയാണ് നോക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ എന്താണോ ഞാൻ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ ഒരുപാട് മാച്ചസ് വാച്ച് ചെയ്യും, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഉള്ളവരോട്. അതിൽ നിന്ന് മുകളിലോട്ടാണ് നോക്കുന്നത്. അതിൽ നിന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പം ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭ, അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് കൂടി കൊല്ലം സൈലേഴ്സിന് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ടീമിന്? ശ്രീഭായ് 3 വർഷമായിട്ടുണ്ട്. എനിക്ക് എന്റെ ക്രിക്കറ്റ് ജീവിതം തുടങ്ങിയ തൊട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ശ്രീഭായ്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ശ്രീഭായ് ആണ്. ഒരു 99% ശ്രീഭായ് ആണ് എന്നെ ഇവിടെ കൊണ്ട് ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. ശ്രീഭായിയുടെ എക്സ്പീരിയൻസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഈ ലോകത്തിന് മൊത്തമായിട്ട് അറിയുന്നതാണ്, ഈ കേരളയ്ക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം എന്നും ശ്രീഭായി ആയിട്ട് തന്നെ നമ്മുടെ കൂടെ. ടീമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ടീമിന്റെ പ്ലേയേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ശ്രീഭായ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാ വരിക. മിക്കവാറും പെട്ടെന്ന് തന്നെ ശ്രീഭായ് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്താൽ അറിയാലോ, ആ ഓളം അങ്ങ് മാറും. കോച്ചിന്റെ റോള് പോകുന്നു തോന്നുന്നുണ്ടോ? അതൊരിക്കലും ഇല്ല. സോ ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ ഈ പ്ലേയേഴ്സ് ശ്രദ്ധിക്കപ്പെടും എന്ന് തോന്നുന്നുള്ള ആരാണ് ഇപ്പൊ മനസ്സിലുള്ളത്, ടീമിലുള്ളത്? പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് ഷറഫുദ്ദീനാണ്. പെർഫോമൻസ് ഉണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. ഈ വർഷവും നല്ല കുറച്ച് പ്ലാനിങ്ങുകളും എനിക്ക് വർഷങ്ങളായിട്ട് അവനെ അറിയാം. അപ്പം പെട്ടെന്ന് ഈ വർഷം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവന്റെ മൈൻഡ് സെറ്റ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ സച്ചിൻ PS നല്ല ഒരു എന്താ പറയുക യങ് ടാലന്റ് ആണ്. പിന്നെ അജിനാസ് ആൻഡ് ആനന്ദ് കൃഷ്ണ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി ബോളേഴ്സും നല്ല വിജയ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് 19 പേരുടെ പേര് ഇപ്പൊ പറയേണ്ടതായിട്ടുണ്ട്. എല്ലാം കൂടെ പോയില്ല. അപ്പോ ബാക്കി 19 കൂടെ ആഡ് ചെയ്തു. അപ്പം പിന്നെ ഈ സോഹൻ സാറിനെ പറ്റി കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിനുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്നേഹം ഈ ടീം വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ? സോഹൻ സാറ് 2 ദിവസം മുന്നേ നമ്മളെ മീറ്റ് ചെയ്തു. ഒരു അരമണിക്കൂറോളം സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. അത് വല്ലാത്തൊരു എനർജി ആയിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി നമ്മളുടെ അടുത്തോട്ട് വന്നു. സോഹൻ സാറായാലും അതുപോലെ തന്നെ പ്രഭി ചേട്ടനുണ്ട്, നമ്മുടെ എല്ലാ മാനേജ്മെന്റും ഒരുമിച്ച് വന്നു, ഒരുപാട് നേരം സംസാരിച്ചു. അത് വലിയൊരു എനർജി ആയിരുന്നു പിള്ളേർക്ക് എല്ലാവർക്കും. സോഹൻ സാറിന്റെ വേറെ അടിപൊളിയായിരുന്നു ആ ഒരു സമയം. ആ ഒരു അരമണിക്കൂർ നല്ല എൻജോയ് ചെയ്തു. ഈ കോച്ചിങ് കരിയർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനം വല്ലതും ഉണ്ടോ? ഇല്ല, കോച്ചിങ് കരിയറും ഉണ്ട്, കളിയും ഉണ്ട്. കളി എപ്പോ വരുന്നോ ഞാൻ റെഡിയാണ്. പക്ഷെ കോച്ചിങ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിലും ഹാപ്പിയാണ്. ജഗദീഷ് ചേട്ടന്റെ ഒക്കെ ഇരുന്ന ഒരു പോസ്റ്റിലേക്കാണ് താങ്കൾ വന്നിരിക്കുന്നത്. അത് വലിയൊരു ഉത്തരവാദിത്വമല്ലേ? ഉത്തരവാദിത്വം ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമാണ് പ്ലാൻ ചെയ്തത്. ജഗുബായി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ലെജൻഡാണ്, എപ്പോഴും ഓർക്കുന്ന ഒരു പ്ലെയർ ആണ്. അദ്ദേഹത്തെയും കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ജഗുബായിയുടെ പോസ്റ്റ് എന്നൊന്നും എനിക്ക് ജഗുബായിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല ഞാനുമായിട്ട്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും, അത്രയാണ് ഞാൻ കോച്ചിങ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തവണ ഏത് പ്ലേസിലായിരിക്കും കൊല്ലം സീരീസ് അവസാനിപ്പിക്കുക? കപ്പടിക്കും, വേറെ ഒന്നുമില്ല. പിന്നെ കപ്പടിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കപ്പടിച്ചിട്ട് വീണ്ടും ഇരിക്കുന്നു. തീർച്ചയായിട്ടും കാണാം.